ഗ്രഹപദവിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട പ്ലൂട്ടോയെ സംസ്ഥാന ഗ്രഹമായി പ്രഖ്യാപിച്ച അമേരിക്കൻ സംസ്ഥാനം ഏത്? അരിസോണയാണ് ഗ്രഹപദവിയിൽ നിന്നും പുറത്താക്കപ്പെട്ട പ്ലൂട്ടോയെ സംസ്ഥാന ഗ്രഹമായി പ്രഖ്യാപിച്ച അമേരിക്കൻ സംസ്ഥാനം. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ രാജ്യത്തെ ആദ്യത്തെ ജില്ല ഏത്? കണ്ണൂർ ജില്ലയിലാണ് അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയത്. 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റിന് വേദിയാകുന്ന രാജ്യം ഏത്? ശ്രീലങ്കയാണ് 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റിന് വേദിയാകുന്ന രാജ്യം. ഗ്രഹപദവിയിൽ നിന്നും പുറത്താക്കപ്പെട്ട പ്ലൂട്ടോയെ സംസ്ഥാന ഗ്രഹമായി പ്രഖ്യാപിച്ച അമേരിക്കൻ സംസ്ഥാനമാണ് അരിസോണ. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ രാജ്യത്തെ ആദ്യത്തെ ജില്ലയാണ് കണ്ണൂർ. 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റിന് വേദിയാകുന്ന രാജ്യമാണ് ശ്രീലങ്ക. ലോക കരൾ ദിനം ഏപ്രിൽ 19. 2024 ലോക കരൾ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? കീപ് യുവർ ലിവർ ഹെൽത്തി ആൻഡ് ഡിസീസ് ഫ്രീ. കീപ് യുവർ ലിവർ ഹെൽത്തി ആൻഡ് ഡിസീസ് ഫ്രീ എന്നാണ് 2024 ലോക കരൾ ദിനത്തിൻ്റെ പ്രമേയം. ഏപ്രിൽ 19 ലോക കരൾ ദിനം. അർബുദ ചികിത്സയ്ക്കായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ജീൻ തെറാപ്പി രീതി ഏത്? നെക്സ്കാർ 19 എന്നാണ് അർബുദ ചികിത്സയ്ക്കായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ജീൻ തെറാപ്പി രീതിയാണ് നെക്സ്കാർ 19. ജയ്പൂരിൽ നടന്ന മിസ് ടീൻ ദിവ മത്സരത്തിൽ മിസ് ടീൻ ഇൻ്റർനാഷണൽ ഇന്ത്യ പട്ടം സ്വന്തമാക്കിയ മലയാളി ആര്? കെസിയ മെജോ ആരാണ്? ജയ്പൂരിൽ നടന്ന മിസ് ടീൻ ദിവ മത്സരത്തിൽ മിസ് ടീൻ ഇൻ്റർനാഷണൽ ഇന്ത്യ പട്ടം സ്വന്തമാക്കിയ മലയാളിയാണ് കെസിയ മെജോ. 2024 ലോക കരൾ ദിനത്തിൻ്റെ പ്രമേയമാണ് കീപ് യുവർ ലിവർ ഹെൽത്തി ആൻഡ് ഡിസീസ് ഫ്രീ. അർബുദ ചികിത്സയ്ക്കായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ജീൻ തെറാപ്പി രീതിയാണ് നെക്സ്കാർ 19. ജയ്പൂരിൽ നടന്ന മിസ് ടീൻ ദിവ മത്സരത്തിൽ മിസ് ടീൻ ഇൻ്റർനാഷണൽ ഇന്ത്യ പട്ടം സ്വന്തമാക്കിയ മലയാളിയാണ് കെസിയ മെജോ. സിലിഗുരി സഫാരി പാർക്കിലെ വിവാദ സിംഹങ്ങൾക്ക് ബംഗാൾ സർക്കാർ പുതിയ പേര് നിർദ്ദേശിച്ചു. സിലിഗുരി സഫാരി പാർക്കിലെ വിവാദ സിംഹങ്ങൾക്ക് ബംഗാൾ സർക്കാർ പുതിയ പേര് നിർദ്ദേശിച്ചു. അക്ബർ എന്ന ആൺസിംഹത്തിന് സൂരജ് എന്നും സീത എന്ന പെൺസിംഹത്തിന് തനയ എന്നുമാണ് നിർദ്ദേശിച്ചത്. അക്ബർ എന്ന ആൺസിംഹത്തിന് എന്താണ് പേര് നിർദ്ദേശിച്ചത്? സൂരജ്. അക്ബർ എന്ന ആൺസിംഹം സൂരജ് എന്നും സീത എന്ന പെൺസിംഹത്തിന് തനയ എന്ന പേരുമാണ് ബംഗാൾ സർക്കാർ നിർദ്ദേശിച്ചത്. സിലിഗുരി സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. പശ്ചിമ ബംഗാളിലെ സിലിഗുരി സഫാരി പാർക്കിലെ സിംഹങ്ങൾക്ക് പുതിയ പേര് നിർദ്ദേശിച്ചു. അക്ബർ എന്ന ആൺസിംഹത്തിന് സൂരജ് എന്നും സീത എന്ന പെൺസിംഹത്തിന് തനയ എന്ന പേരുമാണ് നിർദ്ദേശിച്ചത്. ഇന്ത്യയുടെ അടുത്ത നാവികസേനാ മേധാവിയാകുന്നത് ആര്? ദിനേശ് കുമാർ ത്രിപാഠിയാണ് ഇന്ത്യയുടെ അടുത്ത നാവികസേനാ മേധാവിയാകുന്നത്. നിലവിലെ നാവികസേനാ മേധാവി അഡ്മിറൽ ആർ ഹരികുമാർ 2024 ഏപ്രിൽ 30 വിരമിക്കും. നിലവിലെ നാവികസേനാ മേധാവി അഡ്മിറൽ ആർ ഹരികുമാർ 2024 ഏപ്രിൽ 30 വിരമിച്ചതിന് ശേഷം ഇന്ത്യയുടെ അടുത്ത നാവികസേനാ മേധാവിയാകുന്നത് ദിനേശ് കുമാർ ത്രിപാഠിയാണ്. 2024 വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡിന് അർഹനായത് ആര്? മുഹമ്മദ് സലേമാണ് 2024 വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡിന് അർഹനായ വ്യക്തി. മുഹമ്മദ് സലേം. സിലിഗുരി സഫാരി പാർക്കിലെ അക്ബർ എന്ന സിംഹത്തിന് സൂരജ് എന്നും സീത എന്ന പെൺസിംഹത്തിന് തനയ എന്ന പേരും നിർദ്ദേശിച്ചു. ഇന്ത്യയുടെ അടുത്ത നാവികസേനാ മേധാവിയാകുന്നത് ദിനേശ് കുമാർ ത്രിപാഠിയാണ്. മുഹമ്മദ് സലേം എന്ന വ്യക്തിക്കാണ് 2024 വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ് ലഭിച്ചത്. 2024 ഏപ്രിൽ പൊട്ടിത്തെറിച്ച റുവാങ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏത്? ഇന്തോനേഷ്യയിലാണ് റുവാങ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത്. 2024 സ്കൈട്രാക്സ് വേൾഡ് എയർപോർട്ട് പട്ടികയിൽ ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം, ദോഹ, ഖത്തർ. ദോഹയിലെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളമാണ് 2024 സ്കൈട്രാക്സ് വേൾഡ് എയർപോർട്ട് പട്ടികയിൽ ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2024 ഏപ്രിൽ അന്തരിച്ച കളിയാട്ടം സിനിമയുടെ തിരക്കഥാകൃത്തും ഗ്രന്ഥകാരനുമായ വ്യക്തി ആര്? ബൽറാം മട്ടന്നൂർ ആരാണ്? 2024 ഏപ്രിൽ അന്തരിച്ച കളിയാട്ടം സിനിമയുടെ തിരക്കഥാകൃത്തും ഗ്രന്ഥകാരനുമായ വ്യക്തിയാണ് ഇദ്ദേഹം.
റുവാങ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഇന്തോനേഷ്യയിലാണ്. 2024 ഏപ്രിൽ പൊട്ടിത്തെറിച്ചതാണ് റുവാങ് അഗ്നിപർവ്വതം. സ്കൈ ട്രാക്സ് വേൾഡ് എയർപോർട്ട് പട്ടികയിൽ ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളം തിരഞ്ഞെടുക്കപ്പെട്ടത് ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ദോഹയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2024 ഏപ്രിൽ അന്തരിച്ച കളിയാട്ടം സിനിമയുടെ തിരക്കഥാകൃത്തും ഗ്രന്ഥകാരനുമായ വ്യക്തിയാണ് ബൽറാം മട്ടന്നൂർ. ഗ്രഹപദവിയിൽ നിന്നും പുറത്താക്കപ്പെട്ട പ്ലൂട്ടോയെ സംസ്ഥാന ഗ്രഹമായി പ്രഖ്യാപിച്ച അമേരിക്കൻ സംസ്ഥാനമാണ് അരിസോണ. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ രാജ്യത്തെ ആദ്യത്തെ ജില്ലയാണ് കണ്ണൂർ. 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് വേദിയാകുന്ന രാജ്യമാണ് ശ്രീലങ്ക. കീപ് യുവർ ലിവർ ഹെൽത്തി ആൻഡ് ഡിസീസ് ഫ്രീ എന്നാണ് ലോക കരൾ ദിനത്തിൻ്റെ പ്രമേയം. അർബുദ ചികിത്സയ്ക്കായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ജീൻ തെറാപ്പിയാണ് നെക്സ്കാർ 19. ജയ്പൂരിൽ നടന്ന മിസ് ടീൻ ഇൻ്റർനാഷണൽ ഇന്ത്യ പട്ടം സ്വന്തമാക്കിയ മലയാളിയാണ് കെസിയ മെച്ചു. സിലിഗുരി സഫാരി പാർക്കിലെ സിംഹങ്ങൾക്ക് അക്ബർ എന്ന ആൺസിംഹത്തിന് സൂരജ് എന്നും സീത എന്ന പെൺസിംഹത്തിന് തനയ എന്ന പേരും നിർദ്ദേശിച്ചു. പുതിയ നാവികസേനാ മേധാവിയാകുന്നതാരാണ്? ദിനേശ് കുമാർ ത്രിപാഠിയാണ്. മുഹമ്മദ് സലേമിനാണ് 2024 വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡിന് അർഹനായ വ്യക്തി. റുവാങ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയായിരുന്നു? ഇന്തോനേഷ്യയിലാണ്. 2024 സ്കൈ ട്രാക്സ് വേൾഡ് എയർപോർട്ട് പട്ടികയിൽ ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളം തിരഞ്ഞെടുക്കപ്പെട്ടത് ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തെയാണ്. 2024 ഏപ്രിൽ അന്തരിച്ച കളിയാട്ടം എന്ന സിനിമയുടെ തിരക്കഥാകൃത്തും ഗ്രന്ഥകാരനുമായ വ്യക്തിയാരാണ്? ബൽറാം മട്ടന്നൂർ.